പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ ഭരണകാര്യങ്ങളിൽ ഇരുമ്പുമറ തീർക്കുന്നു. ഈ ഒരു ആക്ഷേപമാണ് എല്ലാവരിലും ശക്തമായത്. CPI മന്ത്രിമാർ ഇക്കാര്യം പലതവണ ഉയർത്തിയതാണ്. ഇപ്പോഴിതാ കൂടുതൽ മന്ത്രിമാർ ഈ പരാതിയുമായി രംഗത്ത് വന്നു. മന്ത്രിസഭയിൽ തീരുമാനത്തിനായി എത്തുന്ന സുപ്രധാന ഫയലുകളിലെ വിവരങ്ങൾ പോലും തങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ലെന്നാണ് മന്ത്രിമാർ ഉയർത്തിയ പരാതി. ഭരണ സുതാര്യതയെക്കുറിച്ച് സർക്കാർ പറയുമ്പോഴാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. ചീഫ് സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് പല വിവരങ്ങളും അറിയുന്നത്. അജണ്ടയിലെ വിഷയങ്ങൾ സംബന്ധിച്ച കടലാസുകളും പരിശോധനയ്ക്കായി ലഭിക്കുന്നില്ല. മന്ത്രിസഭയിലെത്തുന്ന രേഖകളുടെ പകർപ്പ് പലപ്പോഴും ലഭിക്കുന്നതാകട്ടെ തലേന്ന് രാത്രി വളരെ വൈകിയാണ്. ഇതുകാരണം വിഷയങ്ങൾ കൃത്യമായി പഠിക്കാൻ കഴിയുന്നില്ലെന്നും മന്ത്രിമാർ ചീഫ് സെക്രട്ടറിയെ പരാതി അറിയിച്ചു. PM-ശ്രീ പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭ അറിയാതെ ഫയൽ നീങ്ങിയത് വലിയ വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മന്ത്രിമാരുടെ പരാതി. എന്നാൽ മന്ത്രിസഭയിൽ കൃത്യമായി വിവരങ്ങൾ സമർപ്പിക്കാൻ കഴിയാത്തത് വകുപ്പുകളിൽ നിന്നുള്ള രേഖകൾ ലഭിക്കുന്നതിലെ കാലതാമസം കാരണമാണെന്ന് വിശദീകരിച്ച് ചീഫ് സെക്രട്ടറി കൈകഴുകി. പിന്നാലെ വകുപ്പ് സെക്രട്ടറിമാർക്ക് കർശന മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ബുധനാഴ്ച അദ്ദേഹം കുറിപ്പും നൽകി. ഇനി അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളുടെ ഫയൽ മന്ത്രിസഭ ചേരുന്നതിന്റെ തലേന്ന് വൈകിട്ട് 4-ന് മുൻപ് ലഭ്യമാക്കണമെന്ന് ഈ കുറിപ്പിൽ പറയുന്നു. മാത്രമല്ല തലേന്ന് എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകണം. നേരത്തെ PM-ശ്രീ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ടും എത്തിയത് വിവാദമായിരുന്നു. PM-ശ്രീ വിഷയത്തിൽ CPIയുടെ നിലപാട് അറിയിച്ചിരുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെയായിരുന്നു അണിയറയിൽ കരാറിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നത്. മുൻകാലത്ത് സ്പ്രിംഗ്ലർ ഇടപാടും ഇത്തരത്തിലായിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് M. ശിവശങ്കറെ പുറത്താക്കിയതും മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നില്ല. 1.25 മണിക്കൂറിലേറെ നീണ്ട 2020 ജൂലൈ 16-ലെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായി കോവിഡ് പ്രതിരോധ നടപടികളാണ് വിശദീകരിച്ചത്. ശിവശങ്കറിന് പകരം മീർ മുഹമ്മദിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായും മുഹമ്മദ് സഫീറുള്ളയെ IT സെക്രട്ടറിയായും നിയമിച്ചതും മന്ത്രിസഭയെ അറിയിച്ചില്ല. ശിവശങ്കർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം നേരിടുന്നത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയുടെ മറുപടി. സ്പ്രിംഗ്ലർ കരാറിൽ ഇടതുനയം കാത്തുസൂക്ഷിക്കാൻ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന് ഉത്തരവാദിത്തം ഉണ്ടെന്ന നിലപാടിലായിരുന്നു CPI കേന്ദ്ര നേതൃത്വം. അന്ന് ജനറൽ സെക്രട്ടറി A. രാജയുടെ പിന്തുണയോടെയാണ് കാനം വിഷയത്തിൽ ഇടപെട്ടത്. ഇന്നും രാജയുടെ പിന്തുണ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. സ്പ്രിംഗ്ലർ വിവാദത്തിൽ കേരളത്തിലെ പാർട്ടിയിൽ നിന്ന് ലഭിച്ച വിശദീകരണം CPM കേന്ദ്ര നേതൃത്വം അന്ന് തള്ളിക്കളഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ് പാർട്ടിയുടെ കേരള ഘടകം അന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. അത് മതിയാവില്ലെന്നും പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കണമെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. CPI ഭരിക്കുന്ന വകുപ്പുകളിൽ അവർ അറിയാതെ നിയമനങ്ങൾ നടക്കുന്നതായും മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാന കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യാറില്ലെന്നും മന്ത്രിമാർക്ക് പരാതിയുണ്ട്. ഒന്നാം പിണറായി മന്ത്രിസഭയിലേതുപോലെ എതിർപ്പ് അറിയിക്കാൻ CPI മന്ത്രിമാർക്ക് കഴിയാറില്ലെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ആരോപണമുണ്ട്. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട കേസിലെ പ്രതിയായ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ചതിൽ മന്ത്രി GR അനിൽ രേഖാമൂലം മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചിരുന്നു. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ തന്നോട് ആലോചിക്കാതെ നിയമിച്ച നടപടിയിലായിരുന്നു മന്ത്രിക്ക് അതൃപ്തി. CPI വകുപ്പുകളിൽ വേണ്ടത്ര പണം ലഭിക്കുന്നില്ല എന്നായിരുന്നു മറ്റൊരു പരാതി.